ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഫസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്ക് ആയിട്ടുള്ള ഫോം ടാസ്കിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. ബിഗ് ബോസ് പറഞ്ഞു ഇൻമേറ്റ്സിനോട് നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആകാൻ യോഗ്യതയില്ല എന്ന് തോന്നുന്ന ഒരാളുടെ മുഖത്ത് ഫോം തേക്കണം. ഇതായിരുന്നു ടാസ്ക്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഏറ്റവും കുറവ് തേക്കൽ വാങ്ങിയവരും ഏറ്റവും കൂടുതൽ തേക്കൽ വാങ്ങിയവർ വീഡിയോയുടെ അവസാനത്തോട്ടുമാണ് ഞാൻ കാണിക്കുന്നത്. അതിനെന്താണെന്ന് വെച്ചാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഒരു പണി ബിഗ് ബോസ് ഇൻമേറ്റ്സിന് കൊടുത്തിട്ടുണ്ട്. അതാണ് കാര്യം. പിന്നെ ഇവിടെ ഫസ്റ്റ് കാണിക്കുന്നത് സരികയുടെ ഫേസ് ആണ്. സരികയുടെ ഫേസിൽ ഫോം തേച്ചിട്ടുള്ളത് അനീഷാണ്. സരികയുടെ ഷോ സ്ക്രിപ്റ്റഡ് ആണ്, ഇൻ്റർവ്യൂ ഫേക്ക് ആണ്, പ്രേക്ഷകരെ പറ്റിക്കുന്നു എന്നുള്ളൊരു ഡെറോഗേറ്ററി കമൻറ്റുമായിട്ടാണ് അനീഷ് സരികയുടെ മുഖത്ത് ഫോം തേച്ചിട്ടുള്ളത്. പിന്നെ കാണിക്കുന്നത് അക്ബറാണ്. അക്ബറിൻ്റെ മുഖത്ത് അഭിഷേക് തേച്ചു. അക്ബർ ലിസൺ ചെയ്യുന്നില്ല, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവരെ എന്നുള്ള ഒരു കാരണമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം മുൻഷി രഞ്ജിത്തിൻ്റെ മുഖത്ത് രന ഫാത്തിമയാണ് ഫോം തേച്ചിട്ടുള്ളത്. ഏജ് ഡിസ്ക്രിമിനേഷനാണ് കമൻറ്റ് പറഞ്ഞിട്ടുള്ളത്, പ്രായമായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ. പിന്നെ ശൈത്യയുടെ മുഖത്ത് ബിൻസി ഫോം തേക്കുമ്പോൾ പറഞ്ഞത് ശൈത്യ ടാസ്കിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കമൻറ്റാണ്. അതിനുശേഷം റെന ഫാത്തിമയുടെ മുഖത്ത് ഫോം തേച്ചത് രേണുവാണ്. രേണു അവർ ടാസ്ക് ബിഗ് ബോസിനോട് കംപ്ലൈൻറ്റ് പറയാനിരിക്കുന്ന സമയത്ത് നിങ്ങളെന്താ ഇവിടെ കാണിക്കുന്നത്, നിങ്ങൾ കളിക്കാൻ വാ എന്ന് പറഞ്ഞ് അവരുടെ ഒരു കൺസേൺ കൊടുക്കാതെ അവരെ ടാസ്ക് ചെയ്യാൻ വിളിച്ചു എന്നുള്ള റീസൺ. ഇനി ആദി നൂറ എന്ന് നമുക്ക് വിളിക്കാം. അവരുടെ മുഖത്ത് ഫോം തേച്ചിട്ടുള്ള 2 പേരാണ് ശൈത്യ ആൻഡ് ആര്യൻ. ശൈത്യ പറഞ്ഞത് അവർ ആക്റ്റീവ് അല്ല എന്നും, ആര്യൻ പറഞ്ഞത് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആര്യൻ ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇവരുടെ മുഖത്ത് ഫോം തേച്ചിട്ടുള്ളത്. അതിനുശേഷം രേണുവിൻ്റെ മുഖത്ത് ഫോം തേക്കുന്നത് 2 പേരാണ്, ജിസേൽ ആൻഡ് അപ്പാനി ശരത്. 2 പേരും ഒരേ റീസണാണ് പറഞ്ഞിട്ടുള്ളത്. രേണു ടാസ്കിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ആദ്യത്തെ ടാസ്ക് കൊടുത്തപ്പോൾ അതിലൊട്ടും ഇൻവോൾവ് ചെയ്യാതെ ഇൻട്രസ്റ്റ് എടുക്കാതെ അവിടെ ഇരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അനുമോളുടെ മുഖത്ത് ഷാനു തേച്ചു. അത് കാരണം ഷാനുവിൻ്റെ കൂടെ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി അനുമോൾ പെർമിഷൻ ചോദിച്ചു, കൂടെ ജോയിൻ ചെയ്തു. പക്ഷേ ആ എക്സസൈസ് അനുമോൾ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അതിനുശേഷം അക്ബറും അനുമോളുടെ മുഖത്താണ് ഫോം തേച്ചത്. അതിന് പറഞ്ഞ കാരണം ഫസ്റ്റ് ഡേ അക്ബർ ഒരു വലിയ ടാസ്ക് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരുന്ന സമയത്ത് അനുമോൾ പറഞ്ഞു, ഇത്രയൊന്നും എനർജിയൊന്നും ഈ ടാസ്കിന് ഫസ്റ്റ് ഡേ തന്നെ എടുക്കേണ്ട ആവശ്യമില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇത്ര എനർജി യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് അക്ബറിന് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് അക്ബർ അനുമോളുടെ മുഖത്ത് തേച്ചത്. പിന്നെ അങ്ങോട്ട് 9 പേര്. ഏറ്റവും കൂടുതൽ നമുക്ക് തേക്കൽ മേടിച്ച് വെച്ചിട്ടുള്ള ആളാണ് അനീഷ്, നമ്മുടെ കോമണർ. അപ്പോൾ അധികം ആളുകളും പറഞ്ഞത് അനീഷ് മിങ്കിൾ ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല, ഗുഡ് മോർണിംഗ് തിരിച്ചു പറഞ്ഞില്ല, പിന്നെ ഗ്രൂപ്പിനൊപ്പം നിന്നില്ല എന്നുള്ള കാരണങ്ങളൊക്കെയാണ്. ആദിനൂറ, അനുമോൾ, സരിക സരിക കലാഭവൻ സരിക, പിന്നെ ബിൻസി, നമ്മുടെ RJ ബിൻസി, അതേപോലെ മുൻഷി പറഞ്ഞു എന്താ പറയുക, അനീഷിന് ഒരു ഗ്രൂപ്പിനെ ഒരു നല്ല ഡയറക്ഷനിൽ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഇല്ല, അതാണ് ഒരു ക്യാപ്റ്റൻസിക്ക് ഏറ്റവും വേണ്ട ഒരു കഴിവ് എന്നാണ്. അതിനുശേഷം ഒനീലാണ് കുറച്ചൊരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കമൻറ്റ് പറഞ്ഞത്. കുറച്ചുകൂടെ ഒരു ഇതായിട്ട്, അതായത് അടച്ച ചിന്താഗതിയാണ് അനീഷിന്, അയാൾ വളരെ ജഡ്ജ്മെൻ്റലാണ് എന്നുള്ളൊരു കാരണം പറഞ്ഞു. പിന്നെ നമ്മുടെ സരിക KB ഇൻ്റർവ്യൂവർ പറഞ്ഞു എൻ്റെ ഇൻ്റർവ്യൂ, അതായത് സരികയുടെ ഇൻ്റർവ്യൂ ഫേക്കാണ് എന്നുള്ളൊരു സംസാരം അനീഷിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതിന് ആ ഒരു റീസൺ കാരണം സരികയും, പിന്നെ നമ്മുടെ നിവൻ പറഞ്ഞു സരിക പറഞ്ഞത് വേറൊരു കാര്യമായിരുന്നു, പക്ഷെ അത് തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ഫേക്കാണ് എന്നുള്ള രീതിയിൽ പിന്നെ അനീഷ് ഇൻറ്റർപ്രറ്റ് ചെയ്തു. അനീഷ് അത് മറ്റുള്ളവരുടെ മുന്നിൽ മോശപ്പെട്ട അല്ലെങ്കിൽ ഒരു ഫേക്ക് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നുള്ള കാരണമാണ്. അങ്ങനെ മൊത്തത്തിൽ അനീഷിന് 9 പേര് അനീഷിൻ്റെ മുഖത്ത് ഫോം തേച്ചു. ഇനി ഇവിടെ വന്ന പണി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഫോമും മുഖത്ത് കിട്ടാത്ത പല ആളുകളുമുണ്ട് അല്ലേ? അങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു? ആദ്യം തന്നെ ബിഗ് ബോസ് അവരെ എല്ലാം എണീപ്പിച്ച് നിർത്തി. മുഖത്ത് ഫോം കിട്ടാത്ത ആൾക്കാരായിരുന്നു അഭിഷേക്, ബിൻസി, ജിസേൽ, സാരിക, ബിന്നി, ആര്യൻ, ഷാനു, നിവേൻ, ഒനീൽ ആൻഡ് അപ്പാനി. പക്ഷേ അതിനുശേഷം പിന്നെ നമ്മുടെ ബിഗ് ബോസ് ഒരു പിന്നെ എന്താ പറയുക, ഒരു വലിയൊരു ട്വിസ്റ്റ്, ഒരു 7ൻ്റെ പണിയാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഫോം മുഖത്ത് വാങ്ങിച്ച ആളാണ് ഈ ഹൗസിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എല്ലാവരും തോൽപ്പിക്കാനും ഒഴിവാക്കാനും നോക്കിയിട്ടുള്ള ഒരാൾ,
അയാളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. അതായത് അനീഷാണിപ്പം നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചത്. സ്വാഭാവികമായിട്ടും അനീഷായിരിക്കും തോൽക്കുക. എന്നിട്ട് ബിഗ് ബോസ് ഈ മുഖത്ത് ഫോമൊന്നും ഒരിക്കൽ പോലും കിട്ടാത്ത ആളിൽ ഒരാളെ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്കിൽ ജയിപ്പിച്ചാണ് ക്യാപ്റ്റൻസി. അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നത്. പക്ഷേ ഇവിടെ എല്ലാത്തിനും വലിയൊരു ട്വിസ്റ്റായിരുന്നു. ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ മോശം കമൻസും ദേഷ്യവും ഏറ്റുവാങ്ങിയിട്ടുള്ള അനീഷിനെയാണ് ബിഗ് ബോസ് ക്യാപ്റ്റനാക്കിയത്. അതിനുശേഷം തന്നെ അപ്പോൾ തന്നെ നമുക്ക് കാണാം പലരുടെയും മുഖത്ത് ബിന്നി സെബാസ്റ്റ്യൻ, ജിസേൽ അടക്കം പലരുടെയും മുഖത്ത് വളരെ വിഷാദം, ഭയങ്കര സാഡായിട്ടുള്ളൊരു ഫേസാണ് നമ്മൾ പിന്നെ കണ്ടത്. പക്ഷേ അതിനുശേഷം എല്ലാവരും പതുക്കെ സ്ലോലി അപ് ടു ദ എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനിൽ മാനേജ് ചെയ്തുകൊണ്ട് എല്ലാവരും പോയിട്ട് അനീഷിനെ കൺഗ്രാച്ചുലേഷൻസ് പറയുന്നതും അനീഷ് സന്തോഷത്തോടെ ഇതൊരു പ്രാങ്ക് ആണോ എന്ന് ചോദിക്കുന്നതുമെല്ലാം നമുക്ക് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. So Big Boss is something new this time. I think it will be so exciting. So stay tuned to watch all the updates on my channel. Please like and subscribe. I am not giving any comments on my opinion. എൻ്റെ ചിന്തകളും ഇതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഐ എം ഓൺലി ഗിവിംഗ് ദ പ്രോപ്പർ അപ്ഡേറ്റ്സ് ഓഫ് ദ എപ്പിസോഡ്സ്. അല്ലാതെ ഞാൻ ഒരു ഫാനാമിയല്ല. എനിക്ക് പലരെയും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണ്. സോ ഞാൻ ഈ എപ്പിസോഡ്സിൻ്റെ എല്ലാം ജെന്യുവൻ അപ്ഡേറ്റ്സ് ആണ് തരാൻ പോകുന്നത്. എവിടെയും എൻ്റെ വീഡിയോയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കില്ല. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വേറെ വീഡിയോയിലാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൺലി അപ്ഡേറ്റ്സ് ഓൺ ദ എപ്പിസോഡ്സ് ഓഫ് ബിഗ് ബോസ്. സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്, ആൻഡ് വി വിൽ വാച്ച് യു ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.